നമുക്കൊപ്പം കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഉണ്ണിച്ച. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ആത്മവിശ്വാസത്തിലാണല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചായക്കടക്കാരൻ്റെ വീട്ടിൽ സംസാരിച്ചു. നമ്മൾ രാഷ്ട്രീയമാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ, പ്രത്യേകിച്ച് ആ ഒരു പൾസ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഉണ്ണിച്ചയെ കുറിച്ച് പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ചായയുമായി അർജുൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വക ഒരു ചായ. മധുരം പ്രശ്നമില്ലല്ലോ? മധുരം പ്രശ്നമാണ്. ഒരു നേരം മധുരം കഴിച്ച് ചാകുന്ന ചത്തോട്ടെ. അപ്പോൾ ചായക്കടക്കാരൻ പറഞ്ഞൊരു കാര്യം, MPയെ ഞങ്ങൾക്ക് മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പൊഴുത്താൻ പറഞ്ഞതല്ല, കാരണം നമ്മളങ്ങനെ പൊഴുത്തുന്നൊരു ശീലമില്ല. പക്ഷേ പറഞ്ഞൊരു കാര്യം നേരിട്ട് അറിയിച്ചേക്കാം എന്ന് കരുതി. കാസർഗോഡ് മണ്ഡലത്തിൽ MPയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും MP ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ ഒരു നിലപാട് രാജ്ഭവൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അഭിനന്ദനം ആദ്യമേ അറിയിക്കുന്നു, സന്തോഷത്തോടുകൂടി. അല്ല, 1952 ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ AK ഗോപാലൻ വെല്ലുവിളിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ്. താങ്കൾക്ക് ധൈര്യമുണ്ടോ ഈ മണ്ഡലത്തിൽ ഒന്ന് മത്സരിക്കാൻ? അതൊരു വെല്ലുവിളിയായിരുന്നു. എന്ന് വെച്ചാൽ അത്ര കണ്ട് പാർട്ടിക്ക് ശക്തിയും സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് കാസർഗോഡ്. 35 വർഷം ഇവിടെ MP മാരുണ്ടായിരുന്നു, ഒരുപാട് MP മാരുണ്ടായിരുന്നു. എല്ലാവരും ഇടതുപക്ഷക്കാരാണ്. പക്ഷെ അവരെ ആരും ജനം കണ്ടിട്ടില്ല, ജനങ്ങളുമായി ഇടപഴകിയിട്ടില്ല, ജനപക്ഷത്ത് നിന്നിട്ടില്ല. അതുകൊണ്ട് ഒരു MP എന്താണെന്നും MP ആരാണെന്നും MPക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ 5 വർഷമായി ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷം. ഒരു ജനകീയനായ MP എന്ന നിലയിലുള്ളൊരു പ്രതിച്ഛായ രാജ്ഭവൻ ഉണ്ണിത്താൻ വളർത്തിയെടുക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. പക്ഷേ അതേസമയം തന്നെ ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി മത്സരിക്കാൻ വരാൻ പോകുന്നത് അപ്പുറത്ത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പുറത്ത് TV രാജേഷാണ് എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഞങ്ങളുടെ വൃത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങും അത് കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല പേരുകൾ പരിഗണിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പേര് TV രാജേഷിൻ്റെതാണ്. കല്യാശ്ശേരിയിൽ നിന്ന് വരുന്നു എന്നാണ്. അപ്പോൾ അതൊരു തരത്തിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട്? എനിക്കൊരാശങ്കയില്ല. ഞാനിവിടെ മത്സരിക്കുന്നു, കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നു, വീണ്ടും ഒരിക്കൽ കൂടി ജനവിധി തേടുന്നു. എൻ്റെ എതിര് നിൽക്കുന്ന ആരാണെന്നുള്ളത് ഞാനെന്തിനാ ചിന്തിക്കേണ്ട കാര്യം? എതിര് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെയും എന്നെയും തമ്മിൽ വിലയിരുത്തേണ്ട ഇവിടുത്തെ ജനങ്ങളാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരാജയപ്പെടുത്തിയ സതീഷ് ചന്ദ്രനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇനി ഇവിടെ വരാൻ പോകുന്നില്ല. അതിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാർട്ടിക്കില്ല. അദ്ദേഹത്തെയാണ് ഞാൻ 40,438 വോട്ടിന് തോൽപ്പിച്ചത്. അതുകൊണ്ട് ഇനി എനിക്ക് ആരും ഒരു പ്രശ്നമല്ല. അതെ, സതീഷ് ചന്ദ്രനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി നിർത്താൻ CPM-നില്ല എന്നതാണ്. തീർച്ചയായിട്ടും ഇല്ല. കാരണം അത്ര കണ്ട് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സതീഷ് ചന്ദ്രൻ. ഇതിപ്പോൾ ഒട്ടേറെ വിവാദ വിഷയങ്ങളിൽ ഇന്നിപ്പോൾ പ്രതികരണം വരുന്നുണ്ട്. അതായത് എക്സാലോജിക് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട്. അതിലിപ്പോൾ എക്സാലോജിക്കിൻ്റെ വിധി ഇന്ന് വരാൻ പോവുകയാണ്. നിർണായകമാണ് ആ വിധി. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളായിരിക്കുമോ, അതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളായിരിക്കും? ശ്രീ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയില്ല. ഇത് അടുത്ത 5 വർഷക്കാലം ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളതാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. ജനാധിപത്യത്തെ പണാധിപത്യം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങുന്നു. ഒരു ഹിന്ദു രാഷ്ട്രത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. അതിൻ്റെ അവസാനത്തെ 2 ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രത്തിൽ ഒരു പ്രധാനമന്ത്രി നടത്തിയ പ്രാണപ്രതിഷ്ഠയും ഇപ്പോൾ ഏകീകൃതമായ സിവിൽ കോഡും. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറഞ്ഞിരിക്കുന്നത് the state shall not deny to any person equality before law or equal protection of the law within the territory of India. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ഇവിടെ 2 തരം പൗരന്മാരെ ഉണ്ടാക്കാനാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്. 2, ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനത്തിലുള്ള അവകാശങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഏകീകൃതമായ സിവിൽ കോഡ്. അപ്പോൾ ആ സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, ഇതിനകത്തൊക്കെ ഓരോ മതത്തിനും ജാതിക്കുമുള്ള ഇന്നത്തെ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. അത് വലിയ ആശങ്ക ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാകുന്നു. മാത്രമല്ല, നമുക്കറിയാമല്ലോ മണിപ്പൂർ, അവിടെ നടക്കുന്ന വംശീയ ഹത്യ, അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ, ക്രൈസ്തവരുടെ സ്കൂളുകൾ, എന്തിനേറെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വിഗ്രഹം പോലും തച്ചുടച്ചു. പക്ഷേ ഇവിടെ ബാർ റാഫേൽ തട്ടിലൊക്കെ പറയുന്നത് സർക്കാരുമായിട്ട് സഹകരിക്കാനാണ് സഭയുടെ തീരുമാനമെന്നാണ് സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷൻ. അല്ല, സഭയുടെ തീരുമാനം അല്ലല്ലോ അണികൾ അനുസരിക്കുന്നത്. ഓരോ പ്രദേശത്തും ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളാണ് ഓരോ പ്രദേശത്തും ആർക്കോട്ടിയിടോ തീരുമാനിക്കുന്നത്. സഭയ്ക്ക് എന്ത് വേണേലും തീരുമാനിക്കാം, തീരുമാനിച്ചോട്ടെ. പക്ഷേ സഭയുടെ തീരുമാനം ഇവിടെ പ്രാവർത്തികമാക്കണമെന്നുള്ള ഇവിടുത്തെ അണികളല്ലേ. ഇപ്പൊ NSSന് തീരുമാനം വരാറുണ്ടല്ലോ.
അതുപോലെ തന്നെ SNDP വരാറുണ്ടല്ലോ. സാമൂഹ്യ സാമുദായിക സംഘടനകൾക്കെല്ലാം കാലാകാലങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ചില തീരുമാനങ്ങൾ വരും. ആ തീരുമാനമൊന്നും അക്ഷരം പ്രതി ഒരിടത്തും നടപ്പിലായിട്ടില്ല, ഒരു കാലത്തും നടപ്പിലായിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുമോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.